മണത്തി വെറ്ററിനറി കോളേജിനകത്ത് ലേഡീസ് ഹോസ്റ്റലിനകത്താണ് പട്ടികൾക്ക് ഭക്ഷണം കൊടുത്താൽ 2000 രൂപ ഫൈനും. ഇതേ കഴിഞ്ഞ ദിവസം മണ്ണോത്തി വെറ്ററിനറി ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജാണ് തോന്നുന്നത്. അവിടെ ഒരു പയ്യൻ പട്ടികൾക്ക് ഫുഡ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നു. അത് കഴിയുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് കുറേ സാധനം 2000 രൂപ ഫൈൻ, ഫുഡ് കൊടുത്താൽ പെറ്റ് ചെയ്താൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറ്ററിനറി ഹോസ്പിറ്റലാണ് മൃഗ ഡോക്ടർമാരെ ട്രെയിൻ ചെയ്യുന്ന സ്ഥലത്ത് ഈ മൃഗങ്ങളോടൊരു സഹാനുഭൂതി കാണിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ട്രെയിൻ ചെയ്യുന്നത് ഏത് രാജ്യത്തിൻ്റെ ഏത് മെഡിക്കൽ എത്തിക്സ് ആണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്നാലും ഫുഡ് കൊടുക്കുക ചെയ്തേക്കുന്നത്. പിന്നെ പട്ടിയെ ടൈം ചെയ്യാൻ അവരറിഞ്ഞിരിക്കണം. എല്ലാ മൃഗങ്ങളോടും നന്നായിട്ട് ഇടപെടാൻ പറ്റും. ഇവിടെ ഈ പറഞ്ഞ പണിയൊക്കെ ഇവർ കാണിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ പട്ടിയെ തല്ലി കൊല്ലുന്നു, പൂച്ചയെ കെട്ടിത്തൂക്കുന്നു. കണ്ടിട്ടില്ലേ എത്ര വാർത്തയാണ് വന്നത്? ഭയങ്കര ക്രൂവലായിട്ട് ആൾക്കാർ പെരുമാറുക. ഗർഭിണിയായ പൂച്ചയെ കെട്ടിത്തൂക്കി കൊന്നിട്ട് അത് പോസ്റ്റ് ചെയ്യുക. അവനില്ലാത്ത പ്രശ്നമാണ് ഈ പയ്യൻ ഒരു ഫുഡ് കൊടുത്തപ്പോൾ പോലീസ് വന്ന് കൊണ്ടുവന്നു. ഇത് കാണുമ്പോൾ എന്താ മനസ്സിലാകുന്നത്? എനിക്കറിയത്തില്ല ഇതെന്താ നടക്കുന്നതെന്ന്. ഇവിടെ വെറ്റിനറി ഹോസ്റ്റലിൽ പിള്ളേർക്ക് ഫൈൻ 2000 രൂപ പട്ടിക്ക് ഫുഡ് കൊടുത്താൽ. വിഷം കൊടുത്താൽ കുഴപ്പമില്ല. ഇവിടെ തെരുവ് നായ് വേട്ട, മറ്റേത് മറച്ചെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന കണ്ടവർക്കും ഈ തെരുവ് നായ്ക്കളെല്ലാം കൂടെ ആണ്ട് തീരുമാനം എടുത്ത് ഇവന്മാർ വരുന്ന പോലെ മറ്റേ എന്താ പറയണ്ടേ, കുറേ ആൾക്കാരെല്ലാം കൂടെ ഒന്നിച്ച് കൂടി കുറേ പേരെ തല്ലിക്കൊല്ലാനായിട്ട് വലിയ മീറ്റിങ്ങൊക്കെ കൂടിയിട്ട് വന്ന് പട്ടികൾ പെരുമാറുന്ന പോലെ ഇവന്മാരുടെ വിചാരം. ഈ പട്ടിയെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അതുങ്ങളെ കല്ലെറിഞ്ഞ് ഓടിച്ചും പേടിപ്പിച്ചും വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ കണ്ടാൽ ചിലപ്പോൾ കടിക്കുകയൊക്കെ ചെയ്യും പട്ടി. അല്ലാതെ പിന്നെ അഗ്രസീവ് ഡോഗ്സ് ഉണ്ട്, അതുങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. ഇവർ പിടിച്ചുകൊണ്ട് പോകുന്ന ഈ പാവ പിടിച്ച പട്ടികളാണ്. നമ്മൾ വിളിച്ച് അടുത്ത് വന്നിരുന്ന് തടയുക, അവിടെ ഇരിക്കുന്ന ടൈപ്പ് പട്ടിയെല്ലാം തല്ലിക്കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. അവിടെ പോലീസും പിടിക്കുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ആലുവ വെച്ച് കുറേ പട്ടിയെ കൊന്നിരുന്നതിനെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ട് അവരൊന്നും ചെയ്തില്ല. പക്ഷേ ഫുഡ് കൊടുത്തതിനെ അറസ്റ്റ് ചെയ്യാൻ ഇവിടെ ആൾ വരിക. അവൻ എന്നിട്ട് നിരാഹാര സത്യാഗ്രഹം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക, സമരമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക പിള്ളേർ വെറ്റിനറി ഹോസ്പിറ്റലിന് മുന്നിൽ. അതിൻ്റെയൊക്കെ ആവശ്യം എന്ത്? ഇവരുടെ പ്രശ്നം എന്തോ? വെറ്റിനറി കോളേജിനകത്ത് ലേഡീസ് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അവരല്ല, ഈ കോളേജിനകത്ത് സ്റ്റുഡൻസ് എല്ലാവരും കൂടി ചേർന്ന് ജനറൽ ബോഡി മീറ്റിംഗ് വെച്ചിട്ട് അവരെല്ലാവരും കൂടി തീരുമാനം എടുത്ത ഫൈനാണ്, അല്ലാതെ ഡീനിന് ഇതിൽ ഉത്തരവാദിത്വം ഇല്ലെന്നാണ് അവർ പറയുന്നത്. എന്തിനാ ഇങ്ങനെയുള്ള ഇതിന്റെ ആവശ്യം എന്തോ ഇവർക്ക്? ഇത്ര നാളപ്പോൾ പട്ടി എന്ത് കഴിച്ചായിരിക്കും അവിടെ നടന്നേ? എവിടെ നിന്നായിരിക്കും ഫുഡ് കിട്ടുന്നതിന്? സമരം നടക്കുക, ഭയങ്കര പരിപാടി നടന്നുകൊണ്ടിരിക്കുക. ഭയങ്കര തീരുമാനം. ഇത്രയും നല്ലൊരു തീരുമാനം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഈ ഡോഗ് റെസ്ക്യൂ ചെയ്യുന്നവർ അങ്ങനത്തെ ഒരു പയ്യനാണ് ഫുഡ് കൊണ്ട് കൊടുത്തത്. അതും ഡോഗ് ഫുഡൊക്കെയാണ് കൊടുത്തത്. എന്നിട്ടാണ് അവന്മാർ ഈ പണി കാണിച്ചത്. ആ പോലീസൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന കാണാൻ, ചെറുക്കനെ പിടിച്ച് വണ്ടിക്കകത്തൊക്കെ ഇട്ട് വലിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് അവർക്ക് വേണ്ടി വലിയ ക്രൈം ചെയ്ത പോലെ. അത് അനുവദിക്കത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ആ തല്ലിക്കൊന്നവന്മാരെ പിടിക്കാൻ ഈ ഊർജ്ജം ഇവർക്കില്ലെന്നേ. അല്ലെങ്കിൽ ഇങ്ങനെ ഉപദ്രവിക്കുന്നവർക്കില്ലാത്ത പ്രശ്നം ഒരുത്തിന് ഫുഡ് കൊടുത്തപ്പോൾ. അവിടെ വരെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കഴിഞ്ഞ ആഴ്ച തായ്ലൻഡിലായിരുന്നു. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂർ വന്നിരിക്കുകയാണ്. ചൊവ്വാഴ്ച ബുധനാഴ്ച നാട്ടിലെത്തും. പറ്റിയാൽ ഈ സമരം അപ്പം നടക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണമെന്നാണ് ആഗ്രഹം. തീർച്ചയായിട്ടും അവിടെ എത്തും.